യാസിറിന്റെ ലഹരി ഉപയോഗവും ശാരീരിക പീഡനവും പ്രണയവിവാഹമായിരുന്നുവെങ്കിലും ദുരന്തത്തിൽ കലാശിച്ച ദാമ്പത്യം. സഹികെട്ടാണ് ഷിബില യാസിറിനൊപ്പം താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്നും മകൾക്കൊപ്പം കക്കാട്ടെ സ്വന്തം വീട്ടിലേക്ക് മാറിയത്. വസ്ത്രങ്ങളും വിവിധ രേഖകളും വാടക വീട്ടിലായിരുന്നു. ഇതെടുക്കാൻ ഷിബിലയും കുടുംബവും ശ്രമിച്ചെങ്കിലും യാസിർ സമ്മതിച്ചില്ല. ഇതിനിടെ മകളുടെ പിറന്നാളിന് ക്ഷണിച്ചില്ലെന്ന് പറഞ്ഞ യാസിർ ഷിബിലയുടെ വസ്ത്രങ്ങൾ മുഴുവൻ കത്തിച്ചു. ഇതോടെ ഷിബില പോലീസിൽ പരാതി നൽകി. നാട്ടുകാർ ചിലർ അനുനയത്തിന് ശ്രമിച്ചിരുന്നു. അങ്ങനെയാണ് കേട്ടില്ല നിങ്ങ എല്ലാ ആഴ്ചയും കേരളത്തിൽ ഓരോ ഇങ്ങനത്തെ അപരാധങ്ങൾ ഉണ്ടാവും. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ അവസ്ഥയാണ് അങ്ങനത്തെ കാലഘട്ടത്തിലേക്ക് കൂടെ കടന്നു പോകുന്നത്. പക്ഷേങ്കിൽ ഈ ന്യൂസ് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇതിന്റെ ഏറ്റവും വലിയ ഇത് നമ്മുടെ രക്ഷിതാക്കളാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ വീട്ടിലും എല്ലാ ഭർത്താക്കന്മാരും എല്ലാരും നല്ല പറയുന്നത്, ചില ഭർത്താക്കന്മാരെ വീട്ടില് ആ പെണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഭർത്താവിന്റെ പോക്ക് ശരിയല്ല എന്ന് കാണുമ്പോൾ ഒരാശ്രയമായിട്ട് നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അവരെ നാട്ടുകാരെയും വീട്ടുകാരെയും പേടിച്ചിട്ട് കുറച്ചും കൂടെ മക്കളെ, കുറച്ചും കൂടെ നിൽക്കും മക്കളെ, കുറച്ചും കൂടെ നിൽക്ക്, അഡ്ജസ്റ്റ് ആക്കും മോളെ, ശരിയാക്കാൻ നോക്കും മക്കളെ, ഓൻ ശരിയാവും, നീ പറഞ്ഞ് ശരിയാക്കും മോളെ, ഓനെ ശരിയാക്കലല്ല ഓളെ പണി, അത് ഓന്റെ ഉപ്പി പണ്ടേ ചെയ്യണ്ടേനു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങ തിരിച്ചേക്കും. എന്നിട്ട് അവസാനം നിങ്ങ എന്താക്കല്, നിങ്ങൾ നാട്ടുകാരെയും വീട്ടുകാരെയും മുന്നില് നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടും. ഇതോരോന്നറിഞ്ഞിട്ട് അവിടെ കാണുന്നതോ സ്വന്തം മോളെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന തണുത്തുറഞ്ഞ ശരീരമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ യാസിർ എന്ന് പറഞ്ഞ പുണ്ടമോനി എന്താണോ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ മയക്കുമരുന്ന് മാഫിയന്റെ ഇതിന്റെ എല്ലാം അടിമപ്പെട്ടിട്ട് ഇതിൽ ചില ആൾക്കാർ സങ്കടത്തോടെ പറഞ്ഞു അവൻ അടിമപ്പെട്ടു പോയി, മയക്കുമരുന്ന് അടിമപ്പെട്ട്, അത് അവന്റെ തെറ്റ് തന്നെയാണ്. അതിന് ആ മയക്കുമരുന്ന് അടിമപ്പെട്ടത് കൊണ്ട് ഇവനിപ്പോ എന്താ ചെയ്തത്, ആ പെണ്ണിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരുടെ വിട്ട് ഇതാക്കി തിരിച്ചു കൊടുക്കാൻ പോയി. രാവിലെ തിരിച്ചു കൊടുക്കാൻ പോയി, അവിടെ തിരിച്ചു കൊടുത്തു. ആ പെണ്ണ് ഗതി കെട്ടിട്ടാണ് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് എല്ലാം ഒഴിവാക്കിയിട്ട് വന്നത്. ഓനത് സർട്ടിഫിക്കറ്റ് തിരിച്ചു കൊടുക്കാൻ പോയി. അവസാനം അന്ന് ആ തിരിച്ചു കൊടുക്കാൻ പോയ സമയത്ത് എന്താ പറഞ്ഞത്, നമുക്ക് സലാം പറഞ്ഞ് പിരിയാം, വൈകുന്നേരം ഞാൻ ഒന്നും കൂടെ വരാം, നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പെല്ലാം തുറന്ന് പിന്നെ നമുക്ക് സലാം പറഞ്ഞ് പിരിയാന്നാ പറഞ്ഞ്. എന്നിട്ട് ഓനെന്താ ചെയ്തത്, കത്തി സ്വന്തം പ്രാണനേക്കാള് ഓളെ സ്നേഹിച്ച സ്വന്തം പ്രാണനേക്കാൾ അവനെ സ്നേഹിച്ച് സ്വന്തം ഒന്നിച്ച് സ്കൂളിൽ പഠിക്കുന്ന സമയത്തേയുള്ള പ്രേമാണ്. എന്നിട്ട് അവരെ വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാരെയും ഒഴിവാക്കിയിട്ട് അവന്റെ കൂടെ പോയി 3 വർഷം 4 വർഷം ജീവിച്ച് 3 വയസ്സുള്ള ഒരു കുഞ്ഞുമായി. എന്നിട്ടോ ജീവനേക്കാൾ സ്നേഹിച്ച ഓളെ കഴുത്തിലേക്കാണ് അവന് കത്തി കുത്തി ഇറക്കിയത്.